ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു വാൾ ഡെക്കോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടാണ് ഇന്ന് വാൾ ഡെക്കോർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഒരു 5-6 ഐസ്ക്രീം സ്റ്റിക്ക് മതി, ഒരു 5 മതി. അപ്പം ഞാനിതിൽ ഒരു റെഡും യെല്ലോവും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് എടുക്കാൻ പോകുന്നത്. അതൊരു പേസ്റ്റൽ പിങ്കാണ്. പക്ഷേ ഞാനിപ്പോൾ 5 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തല്ലോ, അതിലാകെ 2 ഞാൻ ഈ പിങ്ക് അടിക്കുന്നുള്ളൂ. അത് ഞാൻ മൊത്തത്തിൽ അടിച്ചായിരുന്നു, പക്ഷെ അത് മാറ്റി ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. അത് വയ്യ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സോയിൽ കളേനെ കൊണ്ടുണ്ടാക്കിയൊരു ഡോണട്ട് ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ആ ഡോണട്ടിൽ ക്യാൻഡിൽ ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാമെന്നാണ്. പക്ഷേ എൻ്റെ അടുത്ത് ക്യാൻഡിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പെയിൻറ്റിങ് പാലറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മിക്സായി കിട്ടിയാൽ പോരെ. പിന്നെ ഈ വീഡിയോ കാണുന്ന കളറല്ല ഞാനിപ്പോൾ ശരിക്കും അടിക്കുന്നത്, കുറച്ചുകൂടി പേസ്റ്റലാണ്. പക്ഷേ ഈ ക്യാമറേൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് തോന്നിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 3 മേലെ ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ടെന്ന്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ മോട്ടിവേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് കൊളായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൻ്റെ മുകളിലും ബ്ലാക്ക് കളർ അടിച്ചത്. ഓൾറെഡി ഞാൻ വിചാരിച്ച ഒന്നും മേലെ ബ്ലാക്ക് കളർ അടിക്കാമെന്നാണ്. ഈ കാണുന്ന പോലെയാണ് ഞാൻ ആക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ മോട്ടിവേഷനൊക്കെ കുറച്ച് കൊളായ പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം ബ്ലാക്ക് അടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഒരു റെഡ് അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ തിരിച്ച് വെക്കുന്നുണ്ട്, കാരണം ജൂട്ട് ത്രെഡ് ഒട്ടിക്കാനാണ്. പിന്നെ ഞാൻ ബ്രഷ് കൊണ്ട് ഒന്ന് ഫെവിക്കോളല്ല ഫെവിഗം ഒന്ന് തെമ്പത്താക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പൊന്തിച്ച് നോക്കുമ്പോൾ മൊത്തം ഇങ്ങ് പോന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ വേറൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 2 ലെയർ, അതിൻ്റെ ഇടയിൽ ജൂട്ട് ത്രെഡും. അപ്പോൾ ഞാനത് മൊത്തത്തിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വാളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വാളിലേക്ക് ഒട്ടിച്ചപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ സ്റ്റിക്കർ ബോക്സിൽ നിന്ന് കുറച്ച് സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ കളർ തീം അനുസരിച്ച് ഞാൻ വിചാരിച്ച് ഒരു ബ്രൗൺ കളറിലേക്ക് പോകാൻ സ്റ്റിക്കറിൽ നിന്ന്. അപ്പോൾ ഇതിലുള്ള ആ ബട്ടർഫ്ലൈ ആണ് ഞാൻ ഒട്ടിക്കുന്നത്. ബട്ടർഫ്ലൈ മാത്രമല്ല, ആ ഗേളിൻ്റെ പിക്ചർ ഞാൻ ഒട്ടിക്കുന്നുണ്ട്. പക്ഷേ ബട്ടർഫ്ലൈൻ്റെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ റൈറ്റിങ്സ് ഒക്കെ എവിടുന്നാണ് വന്നതെന്ന്. അത് ഞാൻ ആൽക്കോഹോൾ മാർക്കേഴ്സിനെ കൊണ്ട് എഴുതിയതാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ മറക്കല്ലേ.